നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലത്തിൽ ഈ വരുന്ന ആഴ്ച നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ 2026 ജനുവരി 30 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, 2ാം ഭാവത്തിൽ ഇടവത്തിലും ഗ്രഹങ്ങളില്ല, മിഥുനത്തിൽ ചന്ദ്രൻ വ്യാഴത്തോടു കൂടി സ്ഥിതി ചെയ്യുന്നു, 5ാം ഭാവം അതായത് ചിങ്ങത്തിൽ കേതു, മകരത്തിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ, ബുധൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ 3 ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുത്തിട്ടുണ്ട്. ചൊവ്വ ഉച്ചസ്ഥനായി മകരത്തിൽ നിൽക്കുന്നു, എങ്കിലും ചൊവ്വയ്ക്കും ബുധനും ശുക്രനും മൗഢ്യം കൊടുത്തു സൂര്യൻ. ചന്ദ്രൻ ബലവാനായി വ്യാഴത്തോടുകൂടി യോഗകാരകനായി ഒരു കേസരി യോഗം ചെയ്ത് നിൽക്കുന്നു. ഇതാകുന്നു ഇവിടുത്തെ താൽക്കാലിക ഗ്രഹസ്ഥിതി. ഒരു വാരക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. കുംഭൻ രാശിയിൽ ഗ്രഹങ്ങൾ ഉണ്ടോ? ഉണ്ട്. രാഹു ഉണ്ട്, 2ൽ ശനി മീനത്തിൽ, 5ാം ഭാവത്തിൽ ചന്ദ്രൻ, വ്യാഴം, 7ൽ കേതു, 12ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ. ഇവിടെ 12ൽ വിവാഹപതി യാത്രാപതിയായ ആദിത്യൻ 12ൽ നിൽക്കുന്നു, വളരെ ദുർബലമായി. പതിതസ്തുരിപ്പേ, പതിത എന്നാൽ വീഴ്ച വരും. ഇവിടെ വീഴ്ചയുണ്ടാവും, യാത്രയിൽ വീഴ്ച, യാത്ര പരാജയപ്പെട്ടു പോവുക. മറ്റൊന്ന് 7ാം ഭാവം എന്താണ്? വിവാഹം, അതിനാലോക, ഭാര്യാവർത്ത് സമാഗമ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂടിച്ചേരൽ, വിവാഹം, കാമം, ഭാര്യാഗൃഹം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ്. ആ സൂര്യനാണ് 12ൽ അങ്ങേറ്റം ദുർബലമായി നിൽക്കുന്നത്. അതിനാൽ ദാമ്പത്യത്തിൽ വലിയ ക്ലേശങ്ങൾ വരുന്ന വാരമാണ്. അല്ലെങ്കിൽ ഇദ്ദേഹം ജോലി കിട്ടി ദൂരത്ത് വേണം, ഭാര്യയുമായി അകന്നു നിൽക്കണം, അങ്ങനെ ഭാര്യ വിരഹമുണ്ടാവുക. കണ്ണ് രോഗത്തെ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ലഗ്നത്തിൽ രാഹുവാണ്. ന്യൂറോവായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ, നാഡീഞരമ്പുകൾക്ക് ദുർബലത വരിക, അത് കണ്ണിനെ ബാധിക്കുക. രവിൽ ദ്വാദശേ നേത്രദോഷം കരോതി. വിവക്ഷാഹവേ ജായദേശോ ജയശ്രീ. ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് ജയിക്കുമെന്നാണ് ആചാര്യൻ ഫലം പറഞ്ഞത്. പക്ഷേ അതിന് സാധ്യത വളരെ കുറവാണ്. ഇവിടെ രേഖാകാരകനായ ബുധൻ 12ലാണ്, ശുക്രൻ 12ലാണ്, ആദിത്യൻ 12ലാണ്, ചൊവ്വ 12ലാണ്. വീഴ്ച വരാതെ നോക്കണം. ജോലി നഷ്ടപ്പെടുക, ജോലി സംബന്ധമായ വലിയ വിവാദങ്ങളിലേക്ക് പോവുക. മക്കൾ ദൂരത്ത് പോയി പഠിക്കാൻ പോകും, പക്ഷേ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരും. മക്കളുടെ പല വിഷയത്തിലും തനിക്ക് മാനസികമായ അതൃപ്തി പുകയുന്ന വാരമാണിതെന്നറിയണം. മക്കളുമായി ഫൈറ്റിങ്ങിന് കൊമ്പ് കോർക്കാൻ പോകരുത്, നമുക്ക് ബുദ്ധിമുട്ട് വരും. വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. കർമ്മതടസ്സന്മാരാൻ കർമ്മമുട്ടി ചെയ്യണം. പൂർവ്വമായ ധർമ്മദേവ സങ്കേതങ്ങളിൽ വിളക്കുമാല പായസം ചെയ്യണം, വിളക്കിലേക്ക് എണ്ണയും തിരിയും കൊടുക്കണം. ഭാഗ്യാധിപൻ 12ലാണ്. പൂർവോപാസിത ദേവകോപം അശുഭം. പൂർവികർ ഉപാസിച്ചിരുന്ന ചൈതന്യത്തിൻ്റെ അശുഭം വന്ന് അത് കോപത്തിന് കാരണമാകുന്നു. അപ്രകാരം അച്ഛൻ്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട ഭൂമി സംബന്ധമായ വലിയ വിവാദങ്ങളുണ്ടാകും. പ്രകോപിതനായി ആയുധം വീശുന്ന സമയമാണ്. അതിനാൽ യാതൊരു പ്രകോപനവും ധനുരാശിക്കാർ ഈ ഒരു വാരം പ്രകടിപ്പിക്കാൻ പാടില്ല. നന്നായി വായിക്കുക, പുരാതന പുണ്യങ്ങളായ പുസ്തകങ്ങളോ ലേഖനങ്ങളോ വായിക്കുക, മക്കളെ പരിശീലിപ്പിക്കുക. ഇതാണ് 5ാം ഭാവത്തിൽ വെറും വ്യാഴം വന്നാൽ സന്താനത്തിന് ദോഷമാണ്. അവിടെ ചന്ദ്രനുണ്ട്. യഥാ പഞ്ചമേസ്യ നക്ഷത്രദാതോ ദദാധിക സന്താന സന്തോഷമേവ. മതിം നിർമ്മലമായ ബുദ്ധി ഉണ്ടാകും. ചിലപ്പോൾ തറവാട്ടിലെ വീട് വേണ്ട എന്ന് വെച്ച് പുറത്തു പോയി ഭൂമി എടുക്കാൻ ഒരു സമയം അനുകൂലമാണ് ഈ ഒരു സമയം. ഏതായാലും എല്ലാവിധ നന്മകളും കുംഭൻ രാശിക്കാർക്ക് നേരുന്നു. നന്ദി, നമസ്കാരം.